റേഷൻ പച്ചരി മിക്സിയിലൊന്ന് കറക്കി നോക്കൂ. പഞ്ഞിക്കെട്ട് പോലുള്ള ഒരു അടിപൊളി കേക്കാണ് ട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. കാണാൻ നല്ല ഭംഗി പോലെ തന്നെ ഇത് കഴിക്കാനും നല്ല രുചിയാണ് ട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് റെഡിയാക്കാൻ പോകാം. ഹെൽത്തി ആയിട്ട് പച്ചരി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. മൈദ മാവോ ഒന്നും ചേർക്കാതെ എത്ര വേണേലും റേഷൻ പച്ചരി വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ട്ടോ. റേഷൻ പച്ചരി വെച്ചിട്ട്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ആദ്യം തന്നെ 1 ഗ്ലാസ് പച്ചരി എടുക്കുക. ഈ ഗ്ലാസിൻ്റെ അളവിലാണ് എല്ലാ അളവും എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ റേഷൻ അരിയാണെങ്കിൽ കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ചെടുത്തതാണ്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല ഒരു തരി പോലും ഇല്ലാതെ നല്ല പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതൊരു ഗ്ലാസ് ആ സെയിം ഗ്ലാസിൻ്റെ അളവിലാണ് നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്നത്. അളവെല്ലാം ഈ ഒരൊറ്റ ഗ്ലാസിൻ്റെ ഇതിൽ മതി. അപ്പം ദാ നമുക്ക് പൊടിച്ചെടുത്ത് കിട്ടിയതും ആ ഗ്ലാസ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരളവിൽ തന്നെ ചെയ്താൽ കേക്ക് നല്ല കറക്റ്റ് പാകത്തിന് കിട്ടത്തുള്ളൂ. നല്ല ഫ്ലഫി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കറക്റ്റ് ആ ഒരു വെന്ത പരുവത്തിൽ കിട്ടത്തുള്ളൂ. നല്ല വേവൊക്കെ കറക്റ്റ് ആവത്തുള്ളൂ. നല്ല അളവ് കറക്റ്റാണ്. 1 ഗ്ലാസ് കറക്റ്റ് അളവിൽ നമുക്ക് ആ പച്ചരി കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ സെയിം ഗ്ലാസ്സിൽ ഒരു 3/4 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വേവ് കറക്റ്റ് ആവില്ല. കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയേയില്ല. അപ്പോൾ ഇത് പഞ്ചസാരയും മുട്ടയും കൂടെ 2 മുട്ടയാണ് എടുത്തത്. രണ്ടും കൂടെ നല്ല പേസ്റ്റായിട്ട് ഇതുപോലൊന്ന് അരച്ച് ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന സാധനമെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ. പിന്നെ മുട്ടയുടെ ഒരു പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വാനില എസൻസ് ഒരു ചെറിയ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരച്ച് വെച്ചിട്ടുള്ള പച്ചരിയുടെ പൊടിയുണ്ടല്ലോ, പച്ചരിപ്പൊടി കുറേശ്ശെയായിട്ട് നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് അതിലോട്ടൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ പയ്യെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടും. അപ്പോൾ എത്രത്തോളം പയ്യെ ഇളക്കാൻ പറ്റുമോ അത്രയും പയ്യെ മിക്സ് ചെയ്ത് ആ ഒരു കേക്കിൻ്റെ ബാറ്റർ കിട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പച്ചരി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാടിട്ട് ഇളക്കാതെ പയ്യെ ഇളക്കിയെടുക്കുക. എന്നിട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ഒരു കാൽ കപ്പ് ആ സെയിം കപ്പിൻ്റെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ ബാറ്റർ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ആ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുക. ഒരുപാട് ബലം കൊടുക്കാതെ കട്ടിയില്ലാതെ ചെറിയ രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ടൊരു ചുറ്റുപാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ സൈഡിൽ പുരട്ടിയിട്ടുണ്ട്. എന്നിട്ട് ബാറ്റർ നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അപ്പച്ചെമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 20-25 മിനിറ്റ് മാക്സിമം അതൊന്ന് വെച്ച് നന്നായിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഈ അളവുകളൊക്കെ കറക്റ്റ് ആവണം, എങ്കിൽ മാത്രമേ കേക്ക് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കമ്പി വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട്. കേക്ക് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് സൈഡൊക്കെ ഇങ്ങനെ വിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പച്ചരി വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് നല്ലൊരു അടിപൊളി കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.